പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നാം മനുഷ്യരുടെ പ്രീതിയാണോ ദൈവത്തിൻ്റെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്? ദൈവത്തിൻ്റെ പ്രീതി അന്വേഷിച്ച് ജീവിക്കുമ്പോൾ മനുഷ്യർ നമ്മെ അവഹേളിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യാം. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും നമ്മെ ഒരിക്കലും തള്ളിക്കളയാത്ത, നമ്മോടൊപ്പമായിരിക്കാൻ അപ്പമായി മാറിയ, നമ്മോട് അത്യധികം സ്നേഹമുള്ള യേശുനാഥൻ്റെ പ്രീതിയാണ് നാം അന്വേഷിക്കേണ്ടത്. നാം ആർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്? നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് നമ്മുടെ പാപഭാരം മുഴുവൻ ഏറ്റെടുത്ത് കുരിശിൽ നമുക്കായി ജീവൻ ബലിയർപ്പിച്ച യേശുനാഥന് വേണ്ടിയായിരിക്കണം നാം ജീവിക്കേണ്ടത്. നമ്മോട് ആരെങ്കിലും ചോദിക്കുകയാണ് ആർക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ നാം പലപ്പോഴും പറയുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എന്നാണ്. എന്നാൽ നാം ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടി മരിക്കുകയും ഉയർക്കുകയും ചെയ്തുകൊണ്ട് യേശുവിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ യേശുനാഥന് വേണ്ടിയായിരിക്കണം നാം ജീവിക്കേണ്ടത്. എന്തിനു വേണ്ടിയാണ് യേശുനാഥൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതിനും നമ്മെ സ്വർഗരാജ്യത്തിൽ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനും വേണ്ടിയാണ് യേശു പിതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ 14:6 യേശു പറയുന്നുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് ചെല്ലുന്നില്ല എന്ന്. യേശു കാണിച്ചു തരുന്ന വഴി ഇടുങ്ങിയ വഴിയാണ്, സഹനത്തിൻ്റെ വഴിയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:13 തിരുവചനം പറയുന്നുണ്ട്, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ, വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്. അപ്പോൾ ഇടുങ്ങിയ വാതിൽ സൂചിപ്പിക്കുന്നത് സഹനത്തിൻ്റെ വഴിയാണ്. ഫിലിപ്പി 1:29 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവനു വേണ്ടി സഹിക്കുവാൻ കൂടിയുള്ള അവകാശം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:11 യേശു പറയുന്നുണ്ട്, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും എന്ന്. നമ്മുടെ ജീവിതത്തിൽ നാം ഇടുങ്ങിയ വാതിൽ തേടി പോകേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം ധാരാളം സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിത്യവും ഉണ്ടാകുന്നുണ്ട്. സഹനങ്ങൾക്ക് രക്ഷാകര മൂല്യമാണ് ഉള്ളത്. ഈ സഹനങ്ങളെ നാം സ്വീകരിക്കുന്ന രീതി അനുസരിച്ച് സഹനങ്ങളെ വലിയ കൃപകളാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. പരാതി കൂടാതെ സഹനങ്ങളെല്ലാം ദൈവം അനുവദിക്കുന്നതാണെന്ന് മനസ്സിലാക്കി അവ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം മാറ്റും എന്നുള്ള ആ പ്രത്യാശയോടെ സഹനങ്ങളെ സ്വീകരിക്കുമ്പോൾ അവയെല്ലാം വലിയ കൃപകളായി മാറും. നിരാശ കൂടാതെ പ്രത്യാശയിൽ ജീവിക്കുവാൻ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനമാണ് ഉണ്ടായിരിക്കേണ്ടത്. തക്ക സമയത്ത് നമുക്ക് വചനം കിട്ടണമെങ്കിൽ കിട്ടുന്ന സമയത്ത് നാം വചനം വായിച്ച് അത് ധ്യാനിച്ച് അത് ഹൃദയത്തിൽ സംഗ്രഹിക്കാനായിട്ട് ശ്രമിക്കണം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.